ഇന്നലെ മൈലേജ് ടെസ്റ്റ് ചെയ്ത പാഷൻ പ്രോ ആണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നലെ മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ 100 ml പെട്രോളിൽ 42 കിലോമീറ്റർ ആണ് ഈ പാഷൻ പ്രോ ഓടിയത്. അപ്പോൾ ഈ ബൈക്കിന്റെ മൈലേജ് നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ബൈക്കിന്റെ മൈലേജ് കുറയാനുള്ള കാരണം നമുക്ക് സ്പാർക്ക് പ്ലഗ് അഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. സ്പാർക്ക് പ്ലഗ് അടിച്ച് സ്പാർക്ക് പ്ലഗിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ വാഹനത്തിന്റെ എഞ്ചിൻ കണ്ടീഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വാഹനത്തിനല്ല, ഏതൊരു വാഹനത്തിന്റെയും സ്പാർക്ക് പ്ലഗ് അഴിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്കിന്റെ സ്പാർക്ക് പ്ലഗ് അഴിക്കാൻ ശ്രമിക്കാം. സ്പാർക്ക് പ്ലഗ് അഴിക്കുന്നതിന് മുമ്പായിട്ട് കോഡ് വയർ റിമൂവ് ചെയ്യണം. ഈ കോഡ് വയർ വഴിയാണ് പ്ലഗിലേക്ക് കറണ്ട് എത്തുന്നത്. ഇതുപോലെ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോഡ് വയർ ഇതുപോലെ ഊരി പോരുന്നതായിരിക്കും. കോഡ് വയർ അഴിച്ചതിന് ശേഷം സേഫായിട്ട് മാറ്റി വെക്കുക. വളച്ച് തിരിച്ച് ഒരു കാരണവശാലും കോഡ് വയർ മാറ്റി വെക്കരുത്, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെക്കുക. ഈ വിഷയിലൂടെ സ്പാർക്ക് പ്ലഗ് ഇല്ലാതെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആവില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ സ്പാർക്ക് പ്ലഗിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിക്കും എന്ന് മനസ്സിലായല്ലോ. പ്ലഗ് അഴിക്കുവാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ലോങ് ആയിട്ടുള്ള ബോക്സ് ടൂളാണ് വേണ്ടത്. ഇതുപോലത്തെ റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ഡബിൾ എൻഡ് സ്പാനറോ ഉപയോഗിച്ച് നമുക്ക് സ്പാർക്ക് പ്ലഗ് അഴിക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് പ്ലഗ് നമ്മുടെ ശരിയായ ടൂൾ ഉപയോഗിച്ച് ലൂസ് ചെയ്തെടുക്കാം. ലൂസ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ലൂസ് ആക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു പ്ലഗ് ഇങ്ങ് ഊരിയെടുക്കാം. ഓക്കെ, പ്ലഗ് ഊരിയെടുത്തിട്ടുണ്ട്. പ്ലഗ് ഊരിയെടുത്തപ്പോൾ തന്നെ പ്ലഗിൻ്റെ കണ്ടീഷൻ ഏകദേശം മോശമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാണിക്കാം. അപ്പോൾ ഇതാണ് പ്ലഗിൻ്റെ അവസ്ഥ. പ്ലഗ് നല്ല രീതിയിൽ കരി പിടിച്ചിരിക്കുകയാണ്. അതായത് നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞുകൂടുന്നുണ്ട്. അതായത് ഫ്യൂവല് കൂടുതലായിട്ട് വന്നിട്ട് കത്താതെ പോകുന്നുണ്ട്. പ്ലഗിൽ പിടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓയിൽ മയമൊന്നുമില്ല, കറക്റ്റ് കരി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മൈലേജ് കുറയാൻ കാരണം പ്ലഗ് കണ്ടപ്പോഴേ മനസ്സിലായി. എങ്ങനെയാണെന്നല്ലേ? നിങ്ങളുടെ പ്ലഗ് അഴിച്ചതിന് ശേഷം പ്ലഗിൻ്റെ അവസ്ഥ ഈ രീതിയിലാണെങ്കിൽ, കരി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആ വാഹനത്തിൻ്റെ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ്. അതായത് പെട്രോളും എയറും തമ്മിൽ പ്രോപ്പറായിട്ട് മിക്സിങ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയായ ട്യൂണിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടും ഇതുപോലെ പ്ലഗിൽ കാർബൺ അടിഞ്ഞുകൂടും. മിനിമം 60 കിലോമീറ്റർ എങ്കിലും മൈലേജ് കിട്ടുന്ന ഈ വാഹനത്തിന്റെ ഇപ്പോൾ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 42 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ പ്ലഗ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കുക. പ്ലഗിൽ ഓയിൽ മയം ഉണ്ടെങ്കിൽ ആ വാഹനം മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ബൈക്കിൽ മൈലേജ് കുറയാൻ കാരണമായി നിൽക്കുന്നത് കാർബറേറ്റർ ആണ്. കാർബറേറ്റർ അഴിച്ച് കാർബറേറ്ററിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മൈലേജ് ഷോർട്ടേജ് കുറയുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ കാർബറേറ്ററിന്റെ ഇൻസുലേറ്റർ പൊട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും കൂടെ റീപ്ലേസ് ചെയ്യണം. ഇങ്ങനെ ഇൻസുലേറ്റർ പൊട്ടിയിരുന്ന് കഴിഞ്ഞാൽ കംപ്രഷൻ ലീക്ക് ആവാനുള്ള ചാൻസും ഉണ്ട്. അതും നമ്മുടെ ബൈക്കിന്റെ മൈലേജിനെ ബാധിക്കും. അങ്ങനെ നമ്മൾ പുതിയ പ്ലഗ് വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപയാണ് ഇതിന്റെ വില. ഇതൊരു സാധാ പ്ലഗ് ആണ്. അപ്പോൾ പുതിയ പ്ലഗും പഴയ പ്ലഗും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, പുതിയ പ്ലഗും പഴയ പ്ലഗും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ വാഹനത്തിന്റെ പ്ലഗ് അഴിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ പുതിയ പ്ലഗിലെ പോലെ നീറ്റ് ആയിട്ട് ഇരിക്കണം. നീറ്റ് അല്ലെങ്കിൽ മൈലേജ് കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്പാർക്ക് പ്ലഗ് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിന്റെ കണ്ടീഷൻ അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയ പ്ലഗ് വാഹനത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ആദ്യം ഹാൻഡ് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ടൂൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ഓവർ ടൈറ്റ് പാടില്ല. ശേഷം കോഡ് വയറും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ വാഹനത്തിന്റെ പ്ലഗ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലഗ് മാറിയതിനു ശേഷം ഈ വാഹനത്തിന്റെ ഈ ബൈക്കിന്റെ പാഷൻ പ്രോയുടെ മൈലേജ് കൂടിയോ എന്നുള്ളൊരു മൈലേജ് ടെസ്റ്റ് വീഡിയോ ആയിരിക്കും നാളെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്.